വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സാധനം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. കാരണം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരു സാധനം കിട്ടുക എന്ന് പറയുമ്പം അത് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും ലെവൽ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഫീല് കിട്ടി. സോ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് വെഡ്ഡിങ് ആൽബം അൺബോക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ വെഡ്ഡിങ് ആൽബമാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങളും എന്തൊക്കെയായിരുന്നു എന്നുള്ളതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കൂടുതൽ മടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഞാൻ ആൽബം കാണിക്കുന്നില്ല, പക്ഷെ എൻ്റെ കൂടെ കിട്ടിയ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. ഈ ഫ്രണ്ട് ഇരിക്കുന്നത് ബ്രൈഡിൻ്റെ ആൽബവും ബാക്കി ഇരിക്കുന്നത് ഗ്രൂമിൻ്റെ ആൽബമാണ്. അപ്പോൾ രണ്ട് ആൽബം നമുക്ക് സെപ്പറേറ്റ് ആണ് തന്നിട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. അയ്യോ. അപ്പം ഇത് നല്ല മെറ്റീരിയൽ. ഫസ്റ്റ് പറയട്ടെ, ഇതിൻ്റെ ഈ ബാഗ് തന്നെ, ഈ ഔട്ടർ പാക്കേജിങ് തന്നെ നല്ല മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗിലാണ് അവർ ആക്കിയേക്കുന്നത്. നമുക്കിത് ചെയ്തു തന്ന ടീം വിനോബായ് ക്രിയേഷൻസ് ബൈ വിഷ്ണു വിനോബായ് ആണ്. ഫസ്റ്റ് ഞാൻ നമുക്കൊരു കലണ്ടർ ആണ് അവർ ഫസ്റ്റ് വെച്ചിട്ടുള്ളത്. ഒരു കുട്ടി ലിറ്റിൽ കലണ്ടർ. കുട്ടിയും ലിറ്റിലൊക്കെ ഒന്നാണ്. ഒരു ക്യൂട്ട് ലിറ്റിൽ കലണ്ടറാണ് ഫസ്റ്റ്. ആ കലണ്ടർ, ഒരു കലണ്ടറുണ്ട്. ഇതിൽ നമ്മുടെ ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്തിട്ട് വളരെ ഭംഗിക്ക് നല്ല ക്വാളിറ്റി ഉള്ള. പിന്നെ അടുത്ത സാധനമുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാക്കേജിങ് കാണുന്നത്. ഇതെന്താണെന്നല്ലേ, ഇത് പെൻഡ്രൈവാണ്. ഈ പെൻഡ്രൈവ് എങ്ങനെ ഒരു നമുക്ക് പ്രസൻറ്റ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ രണ്ടാളുടെ ഫോട്ടോയും പിന്നെ പെൻഡ്രൈവും. എന്താ പറയുക, ഭയങ്കര ഭംഗിക്കല്ലേ അവർ ചെയ്തേക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. അതുപോലെയാണ് ചെയ്തേക്കുന്നത്. നല്ല പ്രീമിയം പാക്കേജിങ്. പെൻഡ്രൈവ് കണ്ടോ, പെൻഡ്രൈവ് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കയറ്റി വയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇത് പെൻഡ്രൈവിൻ്റെ ബോക്സ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് കലണ്ടർ വരുന്നുണ്ട്. മുന്നേ കാണിച്ച സെയിം ഐറ്റംസ് തന്നെ. ഒരു വലിയ കലണ്ടറും പിന്നെ ഒരു കുട്ടി കലണ്ടറും, അങ്ങനെ രണ്ട് സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ പെൻഡ്രൈവിൻ്റെ ബോക്സും. ഇതിനകത്ത് പക്ഷേ ഫോട്ടോ വേറെയാണേ ഉള്ളത്. ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ ആണ് അവർ വെച്ചേക്കുന്നത്. മറ്റേതിൽ വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോയും ഇതിൽ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോയാണ് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഐറ്റം, ഇത് അവരുടെ വക ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ ഇതിൽ വെച്ചാണ്. പിന്നെ ഇതുപോലെ ഒരു കീ ചെയിൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ഇതിൻ്റെ സാധനം ഉള്ളതായിട്ട് നമ്മൾ ഓർത്തില്ല. ഇതിൽ നമ്മുടെ ഫോട്ടോ കൊളാഷാക്കി വെച്ചിട്ട് അവരുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, വിനോബായ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട്. ഇത് വളരെ സ്പെഷ്യലായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഫോട്ടോ ഫ്രെയിം. അത് ബ്രൈഡിനും ഗ്രൂമിനും സെപ്പറേറ്റ് ആയിട്ടാണ് ഫോട്ടോ ഫ്രെയിം അവർ വെച്ചിട്ടുള്ളത്. 2 ഫ്രെയിം ബ്രൈഡ്, 2 ഫ്രെയിം ഗ്രൂമിനും. അപ്പം കല്യാണ ദിവസം എൻ്റെ ഫാമിലിയുമായിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ മുഹൂർത്തം അല്ലെങ്കിൽ അടുത്തടുത്തായിരുന്നു. അപ്പം ഞങ്ങൾ ഫാമിലിയായിട്ട് നിന്നുള്ള ഫോട്ടോ ഇല്ല. പക്ഷേ റിസപ്ഷന് മാത്രം അങ്ങനെ ഒരു ഫോട്ടോ ഉള്ളൂ. അതുകൊണ്ടാണ് റിസപ്ഷൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലിയുടെ ഫോട്ടോ. ഇതിൻ്റെ റാപ്പ് ഓൾറെഡി പോയി. അതെന്തായാലും നമ്മളിപ്പോൾ ഉടനെ വയ്ക്കും. ഇതടുത്ത ഒരു ഫ്രെയിം റൂമിൻ്റെ ഫാമിലിയായിട്ടുള്ള ഫോട്ടോ ആണ്. ഇതുപോലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനാണ് അവരങ്ങനെ എനിക്ക് ചെയ്തു തന്നെ. അതിന് താങ്ക് യു സോ മച്ച്. അങ്ങനെ ചെയ്തു തന്നെ. ഞാൻ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. എനിക്ക് അങ്ങനെ ഒരു ഫ്രെയിം വേണമെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷെ അവരതങ്ങനെ അറിഞ്ഞു ചെയ്തു തന്നു. ഇത് ഇവിടുത്തെ അമ്മയും അച്ഛനും ബ്രദറും ആയിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ് ഇവിടുത്തെ. ഇതായാലും പിന്നെ കുറച്ച് മുന്നേ കണ്ട സെയിം ഒരു ഫോട്ടോ ഫ്രെയിം കൂടെ ഉണ്ട്. അപ്പം രണ്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിനാണ് ഇങ്ങനെ അവർ ഒരേപോലത്തെ തന്നെ 2 ടൈപ്പ് ചെയ്തേക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം, ആൽബം. ഇത്
ഗ്രൂമിൻ്റെ ആൽബമാണ്. ഗ്രൂമിൻ്റെ ആൽബം ഇതൊരു നല്ല കട്ടിയുള്ള കുട്ടി ആൽബം. ഓക്കെ, ഫോട്ടോസൊന്നും ഞാൻ എല്ലാം ഇങ്ങനെ കാണിക്കുന്നില്ല, സമയം പോവും. ഫ്രണ്ട് പേജ് അങ്ങനെ ഫുള്ള്, ഇത്രയും പേജസ് ഫുള്ളും ഫോട്ടോസാണ്. ഇനി ഇത് നമ്മുടെ ബ്രൈഡിൻ്റെ സൈഡിലെ ആൽബം. അതിലും ഫ്രണ്ടിലത്തെ ഫോട്ടോ സെയിം ആട്ടോ. പിന്നെ അങ്ങോട്ട് നമ്മുടെ എൻ്റെ അതിനകത്ത് ഹൽദി സെറമണി അതിൻ്റെയൊക്കെ ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഉണ്ട്. പിന്നെന്താ എടുത്തു പറയേണ്ട കാര്യം, മിക്ക ആൽബത്തിലും നമ്മൾ കാണാറുള്ളതായിരിക്കും ഈ ഫോട്ടോ. ഇവിടെ ആണെങ്കിൽ ഇവിടെ കുറച്ച് കോട്ട്സും കാര്യം കാണും, പക്ഷേ ഇവരുടെ ആൽബത്തിൽ അവർ അങ്ങനെ ചെയ്തില്ല. അത് വളരെ നന്നായി. എന്തുകൊണ്ടും മാക്സിമം സ്പേസിൽ അവർ ഫോട്ടോ കവർ ചെയ്തേക്കുവാണ്. നല്ല മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. ഇത് എന്തായാലും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ നല്ല സമയം എടുത്തിട്ടുണ്ട്. മാത്രമല്ല വളരെ ഭംഗിക്കാണ് അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. പ്രസൻറ്റേഷൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ആൽബം വരുന്നത്. ഇത് അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് തന്നേക്കുന്നത്. എല്ലാം ഈ പോകും. ഓക്കെ, മെയിൻ ആൽബം ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് എൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ള ആൽബമാണ്. ഇത് ആൽബത്തിൻ്റെ കവറാണ് നിങ്ങൾ കാണുന്നത്. ഐ മീൻ ബോക്സ്, ആൽബത്തിൻ്റെ ബോക്സാണ് കാണുന്നത്. അമ്പോ ഇത് സെറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. അടിപൊളിയല്ലേ? നമ്മൾ കുറച്ച് മുന്നേ കണ്ട കൊച്ചു ആൽബം ഇല്ല, അതിൻ്റെ ഫുൾ വലിയൊരു സൈസിലാണ് അവർ ആൽബം ചെയ്തേക്കുന്നത്. എന്തായാലും അടിപൊളി. പേപ്പർ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. ഈ വലിയ ആൽബത്തിൽ കപ്പിൾ ഫോട്ടോസ് വരുന്ന ഏരിയാസൊക്കെ ഉണ്ടല്ലോ, കുറച്ച് ഡിഫറെൻറ്റ് മെറ്റീരിയലാണ് അവർ ആ പേപ്പർ യൂസ് ചെയ്തേക്കുന്നത്. ലൈക്ക് ഒരു സ്റ്റോറി പോയേക്കുന്ന പോലെയാണ് അവർ ആൽബം എല്ലാം. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്സ് അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. 2 കളർ ഷെയ്ഡ്സിലാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതൊരു കളറിലും എൻ്റെ ആൽബം ഒരു ഗ്രീൻ കളറിലും വന്നേക്കുന്നത്. ഇതും സെയിം പാറ്റേൺ തന്നെ. അതിനകത്തും ഉണ്ട് ഇങ്ങനൊരു സാധനം. നമുക്ക് ഇതിനകത്ത് തന്നെ പുറത്തെടുക്കാതെ ഇങ്ങനെ തന്നെ നോക്കാനും പറ്റും കേട്ടോ. ഇതിനകത്ത് തന്നെ വെച്ചിട്ടേ ഈ ക്വാളിറ്റി ഇങ്ങനെ കാണുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. ഇങ്ങനത്തെ പേജസൊക്കെ ഒരു ഡിഫറെൻറ്റ് മെറ്റീരിയലിലും അടുത്തൊക്കെ കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിലുള്ള മെറ്റീരിയലാണ് അവർ ചെയ്തേക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഈ ഓർണമെൻറ്റ്സ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന കണ്ടോ? ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ എൻ്റെ ബ്ലൗസിലെ വർക്കുകളും എടുത്ത് നിൽക്കുന്ന കണ്ടോ? ആ വർക്ക് ഒരു ആൽബത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിലിങ് കാണുന്നത്. എൻ്റെ മാലയും ബ്ലൗസിൻ്റെ വർക്കും എല്ലാം ഭയങ്കര ഭംഗിക്ക് ഇങ്ങനെ എടുത്ത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു, ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നു. വളരെ ഭംഗിക്ക് വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും കണ്ടപ്പം ലേറ്റായി വന്നാലും ലേറ്റസ്റ്റാണ് വരുവേ എന്നൊരു സംഭവമായിരിക്കും വിഷ്ണു ചേട്ടൻ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ദാറ്റ്സ് ഗുഡ്. ഇത്ര അടിപൊളിയായിട്ട് ആൽബം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. വീഡിയോ ഒക്കെ കണ്ടപ്പം വർക്ക് എന്തായാലും അമേസിങ് ആണെന്നുള്ളത് നമുക്കറിയാമായിരുന്നു. പക്ഷേ നിങ്ങൾ ഇത് ഞെട്ടിച്ച് കളഞ്ഞു. ഇതിൻ്റെ പ്രസൻറ്റേഷൻ വല്ലാണ്ട് ഞെട്ടിച്ച് കളഞ്ഞു. ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.